സംസ്ഥാനത്തെ 14 ജില്ലകളിലും 14 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും മെഡിക്കൽ കോളേജുകൾക്ക് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യമോ ആവശ്യത്തിനുള്ള മനുഷ്യവിഭവ ശേഷിയോ നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നത് മെഡിക്കൽ കോളേജുകളെ ഐസിയുവിലാക്കുന്നുണ്ടോ? റിപ്പോർട്ട് അന്വേഷണ പരമ്പര തുടരുന്നു. മനുഷ്യമൃഗ സംഘർഷം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളിലൊന്നാണ് വയനാട്. സമീപകാലത്ത് മാത്രം 3 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുള്ള നല്ലൊരു സർക്കാർ ആശുപത്രി ഇല്ലാത്തതിനാൽ 5 മണിക്കൂറിലധികമെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും പലരുടെയും മരണത്തിന് കീഴടങ്ങുന്ന ദാരുണമായ കാഴ്ചയാണ് വയനാട്ടിലുള്ളത്. ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും ഏറ്റവും സാധാരണക്കാരായ ആദിവാസി വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ് എന്ന വസ്തുതയും മറച്ചുവെക്കരുത്. പക്ഷേ വയനാട്ടിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരമാണ്. കാണാം. വന്യജീവി ആക്രമണം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരുടെ പ്രതിഷേധം കൊണ്ട് ശ്രദ്ധേയമായ ആശുപത്രിയാണ് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രി. സ്വന്തമായി ജില്ലയ്ക്ക് ഒരു ആശുപത്രി ഉണ്ടെങ്കിലും ഇത്തരം ഗുരുതരമായ അസുഖങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ സഞ്ചരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തേണ്ടി വരുന്നത് രോഗിയുടെ വിലപ്പെട്ട സമയമാണ് കവർന്നെടുക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രശ്നങ്ങൾ അതിന്റെ സ്ഥല പരിമിതിയിൽ നിന്ന് തുടങ്ങണം. നിലവിൽ വെറും 9 ഏക്കറിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. 54,000 രോഗികൾ പ്രതിമാസം OPയിൽ വരുന്ന മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക പോലുമില്ല. 274 കിടക്കകൾ ഉണ്ടായിരുന്നത് 500 ആക്കി ഉയർത്തിയെങ്കിലും പണ്ട് ജില്ലാ ആശുപത്രിയായിരുന്ന സമയത്തേതിന് സമാനമായ സ്റ്റാഫ് സ്ട്രെങ്ത് ആണ് ഇപ്പോഴും ഉള്ളത്. ആധുനിക സംവിധാനമുള്ള കാത്ത് ലാബ് ഉണ്ട്. എന്നാൽ പരിശോധനയ്ക്കും ഹൃദയ ശസ്ത്രക്രിയയ്ക്കും മറ്റും ആഴ്ചയിൽ 3 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വരുന്ന ഡോക്ടറെ ആശ്രയിക്കണം. ആശുപത്രിയിലെത്തുന്ന 60% രോഗികളും ആദിവാസി വിഭാഗങ്ങളിലുള്ളവരാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നിർദ്ദേശിച്ചാലും പലരും അത് ചെയ്യാറില്ല. മണിക്കൂറുകളോളം ചുരത്തിലെ ഗതാഗത തടസ്സത്തിൽ കുടുങ്ങിക്കിടന്ന് ഉള്ള ചികിത്സയും കിട്ടാതെ പോകുമോ എന്ന ഭയം വേറെ. സാധാരണ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ കാഷ്വാലിറ്റിയിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ഡോക്ടർമാർ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലുള്ളതാകട്ടെ ഒരേ ഒരു ഡോക്ടർ മാത്രം. സഹായത്തിന് ഒരു ജൂനിയർ ഡോക്ടറും ഉണ്ടാകും. കടുവ ആക്രമണത്തിൽ ന്യൂറോ സർജൻ ഇല്ലാത്തതിനാൽ മരണമടയപ്പെടേണ്ടി വന്നതും ഇവിടെ വന്യമൃഗശല്യത്തിൽ ആന ആക്രമണത്തിൽ ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഗ്യാസ്ട്രോ വിഭാഗങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഇല്ലാത്തതിനാലും വന്യമൃഗ ശല്യം മൂലമുള്ള മരണങ്ങൾ കൂടുന്നത് ഒരു വശത്തും. വൈദ്യവിദ്യാഭ്യാസത്തിനായി കുറച്ച് സ്പെഷ്യാലിറ്റി തസ്തികകളും കുറച്ച് അനാട്ടമി തസ്തികകളും മാത്രം സൃഷ്ടിച്ച് നിയമനം നടത്തിയാൽ സാധാരണക്കാരന് ഗുണമുണ്ടാകില്ലെന്നതാണ് വയനാട് മെഡിക്കൽ കോളേജിലെ യാഥാർത്ഥ്യം. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നിന്ന് ചുരം താണ്ടി കോഴിക്കോട് എത്താൻ മണിക്കൂറുകൾ എടുക്കും. പലപ്പോഴും ട്രാഫിക് ബ്ലോക്കും ഉണ്ടാവും. ഈ സാഹചര്യത്തിലാണ് ഒട്ടേറെ മനുഷ്യരുടെ ജീവനുകൾ തന്നെ നമുക്ക് പിടിച്ച് നിർത്താമായിരുന്നു വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ. അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി, പക്ഷേ എങ്ങും എത്തിയിട്ടില്ല. എന്താണ് വയനാട് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ, സാനിയോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ നമ്മൾ അതിൻ്റെ സ്ഥലപരിമിതിയിൽ നിന്ന് തുടങ്ങണമെന്നുള്ളതാണ്. വെറും 9 ഏക്കർ മാത്രമുള്ള ഒരു ആശുപത്രിയാണ് വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഇനി ഒരു കെട്ടിടം ഉണ്ടാക്കി അതൊന്ന് വികസിപ്പിക്കണമെന്ന് തോന്നിയാൽ പോലും സ്ഥലം ഏറ്റെടുക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് കാഷ്വാലിറ്റിയാണ്. ഈ വന്യമൃഗ ശല്യമടക്കം നിരന്തരം ഉണ്ടാകുന്ന ജില്ലയാണ് വയനാട് ജില്ല. പല മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തൊരു ജില്ല കൂടിയാണ്. ആ സാഹചര്യത്തിൽ കാഷ്വാലിറ്റിയിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഡോക്ടർമാർ വേണം. പക്ഷേ വയനാട് ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലുള്ളത് ഒരേ ഒരു ഡോക്ടർ മാത്രമാണ്. സഹായത്തിന് ഒരു സർജൻ, ഒരു അസിസ്റ്റന്റ് ഡോക്ടർ കൂടി ഉണ്ടാകാറുണ്ട്. അതുപോലെ കാത്ത് ലാബ്, നല്ല സൗകര്യങ്ങളുള്ള കാത്ത് ലാബൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ 3 പ്രാവശ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഹൃദ്രോഗ വിദഗ്ധൻ എത്തിയാൽ മാത്രമേ അവിടെ ഹൃദയ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ഹൃദയ പരിശോധനയോ ഒക്കെ നടക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഹാർട്ട് അറ്റാക്ക് വരാൻ ഈ സർജൻ വരുന്ന സമയം നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യമായി പറയാനാവുന്നത്. മറ്റൊന്ന് ഒറ്റ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ പോലും വയനാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഒന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകളില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ വേണമെങ്കിൽ അവരെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയോ മറ്റോ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളമാണ് പലപ്പോഴും ചുരത്തിലെ ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത്. ഇത് രോഗിക്ക് കിട്ടേണ്ട ഉള്ള സമയവും ഇല്ലാതെ ആകുന്നതുകൊണ്ട് പലരും പലപ്പോഴും ഈ ഒരു കാര്യത്തിന് മുതിരാറ് പോലുമില്ല. മാത്രവുമല്ല, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളിൽ 60%
ശതമാനവും പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങളും മറ്റും അവിടെ നടക്കേണ്ടതാണ്. കൂടാതെ 54,000-ലധികം രോഗികളാണ് ഓരോ മാസവും അവിടെ ഒ പിയിലെത്തുന്നത്. അപ്പോഴാണ് ഇത്രയും സ്റ്റാഫ് ഷോർട്ടേജ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. 274 കിടക്കുകളുള്ളത് രേഖകളിൽ 500 ഉയർത്തിയിട്ടുണ്ട് എങ്കിലും അവിടെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം, അതായത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നഴ്സുമാരുടെയും ക്ലീനിങ് സ്റ്റാഫിൻ്റെയും ഒക്കെ എണ്ണം ഇപ്പോഴും ആ പഴയ 274 എന്നുള്ള സ്റ്റാഫ് പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് സ്പെഷ്യാലിറ്റി തസ്തികകളും അതുപോലെ അനാട്ടമി തസ്തികകളും ഒക്കെ ഉണ്ട്. കാരണം അത് വൈദ്യ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മാത്രമായിട്ടുള്ള തസ്തികകളാണ്. അത് വലിയ തരത്തിലുള്ള പ്രയാസമാണ് വയനാട്ടിൽ ഉണ്ടാക്കുന്നത്. ഏതായാലും വയനാട്ടിലെ ജനങ്ങളോടുള്ള ഒരു അനീതിയാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. തീർച്ചയായിട്ടും സാനിയോ, 5 മണിക്കൂർ എടുക്കണം വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ. പലപ്പോഴും ചുരം താണ്ടി എത്തുക വളരെ ദുസ്സഹമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. ഇവിടെയൊക്കെയാണ് മനുഷ്യജീവനുകൾ പിഴഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വയനാടിൻ്റെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്വപ്നം, ആ സ്വപ്നം മെഡിക്കൽ കോളേജായി തന്നെ പൂവണിയണം. അതിപ്പോഴും ജില്ലാ ആശുപത്രിയുടെയോ താലൂക്ക് ആശുപത്രിയുടെയോ പോലും യോഗ്യതയില്ലാത്ത ഒരു മെഡിക്കൽ കോളേജായി തുടരുന്ന പരിതാപകരമായ ഒരു അവസ്ഥ ഉണ്ടാകാനും പാടില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് വയനാട്ടിലെ ആൾക്കാർക്കൊന്നും പ്രതികരണശേഷിയില്ല എന്ന് കരുതിയതുകൊണ്ടാണോ? അവർ സാധാരണക്കാരായ മനുഷ്യരായതുകൊണ്ടാണോ? അവർ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ടാണോ വയനാടിനെ നമ്മൾ അവഗണിക്കുന്നത്? വയനാടിനെ ആ രീതിയിൽ അവഗണിക്കാൻ പാടില്ല. വയനാടിൻ്റെയും കാസർഗോഡിൻ്റെയും കാര്യത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുണ്ട്. അവിടെ രണ്ടിടത്തും മെഡിക്കൽ കോളേജുകൾ എന്നുള്ളത് പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. കാസർഗോഡാണെങ്കിൽ ഒ പി മാത്രമായി പ്രവർത്തിക്കുന്നു. വയനാട്ടാണെങ്കിൽ ആകെ 9 ഏക്കറിൽ മാത്രമാണ്. വേണ്ടത്ര സംവിധാനങ്ങളില്ല. കാത്ത് ലാബ് ഉണ്ടെങ്കിലും ഹൃദ്രോഗ വിദഗ്ധനില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റുകൾ വേണ്ടത്രയില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധയുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. പ്രിയപ്പെട്ട